ആലപ്പുഴ കുട്ടനാട്ടിൽ മഴക്കെടുതി രൂക്ഷം. വെള്ളപ്പൊക്കത്തിൽ വീട്ടിൽ കുടുങ്ങിയ കിടപ്പ് രോഗിയായ വിജയമ്മയെ നെഞ്ചോളം വെള്ളത്തിലൂടെ 1 കിലോമീറ്ററോളം സ്ട്രെച്ചറിൽ ചുമന്ന് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ മാതൃകാ പ്രവർത്തനം ശ്രദ്ധേയമാവുകയാണ്. തലവടി ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ കണിയാമ്പറമ്പിൽ വീട്ടിൽ കുടുങ്ങിയ കിടപ്പ് രോഗിയായ വിജയമ്മയ്ക്കാണ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് രക്ഷയായത്. വിജയമ്മയുടെ ദുരിതാവസ്ഥ വാർഡംഗം അജിത് കുമാർ പിഷാരത്ത് തകഴി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ അറിയിച്ചതോടെയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. 11-ാം വാർഡിൽ കണിയാമ്പറമ്പിൽ വിജയമ്മ എന്ന് പറഞ്ഞ ആള് അവരെ വെള്ളം കയറി വരുന്നു, അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തകഴി ഫയർഫോഴ്സിൻ്റെ സേവനം ലഭ്യമാക്കുകയും അത് തുടർന്ന് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവിടെ ചെന്ന് ആ കിടപ്പ് രോഗിയെ അവിടുന്ന് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം അവിടുന്ന് ഓളെ ചുമന്നാണ് തലവടി ഗവൺമെൻറ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ചത്. അപ്പം വെള്ളം കയറി വരികയാണ്. കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2018 പ്രളയം പോലെ തന്നെ ജലത്തിൻ്റെ വരവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒട്ടനവധി വീടുകൾ വെള്ളത്തിലകപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ എല്ലാ ജനങ്ങളും കൈകോർത്ത് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. നെഞ്ചോളം ഉയരത്തിൽ വെള്ളം നിറഞ്ഞ പ്രദേശത്ത് സ്ട്രെച്ചറിൽ ചുമന്നാണ് വിജയമ്മയെ പുറത്തേക്ക് എത്തിച്ചത്. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം നീണ്ട ദൗത്യത്തിനൊടുവിൽ തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സുരക്ഷിതമായി വിജയമ്മയെ മാറ്റി. തകഴി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ അനൂപ്, ഡൈജു, ഷിജുമോൻ, സഞ്ജയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. സന്നദ്ധ പ്രവർത്തകരായ പ്രശാന്ത്, ചന്ദ്രൻ, ശരത് രാമച്ചേരിൽ, അനന്തകൃഷ്ണൻ എന്നിവരും ദൗത്യത്തിൽ പങ്കാളികളായി. തലവടി പഞ്ചായത്തിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പോലീസ്, അഗ്നിരക്ഷാസേന, ജനപ്രതിനിധികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ദുരിതബാധിതരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ക്യാമ്പുകളിലേക്കും മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്.